ന്യായാധിപന്മാർ 3-ാം അധ്യായം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധമറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെക്കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വെച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ രിശാഥയീമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ രിഥാമയിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലബിൻ്റെ അനുജനായ കെനസിൻ്റെ മകൻ ഉത്നീയേലിനെ ഇസ്രായേലിന് മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ. യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ രിശാഥയീമിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ രിശാഥയീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടാക്കി. കെനസിന്റെ മകനായ ഉനിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്യരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈന്തപ്പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗേരയുടെ മകനായ ഇടങ്കയ്യനായ യഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ യഹൂദ് ഇരുവായ്ത്തലയും 1 മുഴം നീളവും ഉള്ള ഒരു ചുരികയുണ്ടാക്കി അത് വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്ക് കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോൻ്റെ അടുത്ത് കാഴ്ച കൊണ്ട് ചെന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവൻ ആയിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ട് വന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ മടങ്ങിച്ചെന്നു. രാജാവേ, എനിക്കൊരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടൻ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. യഹൂദ് അടുത്തു ചെന്ന് എന്നാൽ അവൻ തൻ്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിപ്പാൻ ഉണ്ട് എന്ന് യഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ യഹൂദ് ഇടങ്കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവൻ്റെ വയറ്റിൽ കുത്തിക്കടത്തി. അലകോടുകൂടിയ പിടിയും അകത്തു ചെന്നു. അവൻ്റെ വയറ്റിൽ നിന്നും ചുരിക അവൻ വലിക്കായികയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത്
പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ യഹൂദ് ഭൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കുകയായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവർ മുറിയുടെ വാതിൽ തുറക്കായ്കൊണ്ട് അവൻ താക്കോൽ എടുത്ത് തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരിക്കുന്നതിനിടയിൽ യഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരിൽ ചെന്ന് ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രൈം പർവ്വതത്തിൽ കാഹളം ഊതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എൻ്റെ പിന്നാലെ വരുവീൻ, ശത്രുക്കളായ മോവാബ്യരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു. മോവാബിന് എതിരെയുള്ള യോർദാൻ്റെ കടവുകൾ പിടിച്ച് ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരും ആയിരുന്നു. ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു. അവൻ്റെ ശേഷം അനാത്തിൻ്റെ മകനായ ഷാമുഗർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ഇങ്ങനെ ന്യായാധിപന്മാർ 3-ാം അധ്യായം അവസാനിക്കുന്നു.